ചിലപ്പോ അത് കടലയാകാം, എന്തുമാകാം. ഒരു വിത്തേ ഉള്ളൂ. ഞാനും അതിൽ ഷെയറുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് കെട്ടുമ്പോ എന്റെ സദഖ ഇല്ലാതെ ആവില്ലല്ലോ, എനിക്കും കൂലി വേണമല്ലോ. നബിയായിട്ടുള്ളവരെ, എനിക്ക് ജോലിയില്ല, എനിക്ക് സമ്പത്തില്ല, എന്നിൽ ഒരുപാടില്ല, എന്നിൽ ഇത് കിട്ടിയതിൽ ബാക്കി ഇത് മാത്രമാ നബിയേ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ആ ഉമ്മാക്കും അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലയോ? ഉമ്മാന്റെ സദഖയും സ്വീകരിച്ചില്ലയോ? അതുകൊണ്ടില്ലേ എല്ലാവരും അവരവർക്കുള്ളത് അല്ലാഹുവിന്റെ ഭവനത്തിന് നൽകണേ. നൽകാതെ പോകല്ല. പള്ളികളിൽ ആയിരക്കണക്കിന് മാലാഖമാർ അവർ സുജൂദ് ചെയ്യുന്ന ഇടമാ, ജിന്മക്കളെ സുജൂദ് ചെയ്യുന്ന ഇടമാ. എല്ലാം വളരെ മനോഹരമാകാം. ഖബർ വിശാലമാകണോ, മഹ്ശറയിൽ രക്ഷപ്പെടണോ, അല്ലാഹുവിന്റെ പള്ളിയുടെ കാര്യം നീ ഏറ്റെടുത്തോ. അല്ലാഹു തന്നതിൽ ലക്ഷങ്ങൾ പൊടിപൊടിച്ചിട്ട് വീടുണ്ടാക്കിയില്ലേ, വാഹനം വാങ്ങിയില്ലേ, മൊബൈലുകൾ മാറി മാറി വാങ്ങിയില്ലേ, ഒരുപാട് ഫർണിച്ചറുകൾ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകൾ വീടിനെ മോടി പിടിപ്പിച്ചില്ലേ, ഡെക്കറേഷന് എല്ലാം ചെലവഴിച്ചില്ലേ, മക്കളുടെ കല്യാണത്തിൽ ലക്ഷങ്ങൾ കൊടുത്ത് ചെലവഴിക്കില്ലേ, രോഗം വന്നപ്പോ ലക്ഷങ്ങൾ മുടക്കിയില്ലേ, ഇനി രോഗം വന്ന ലക്ഷങ്ങൾ മുടക്കില്ലേ. അതുകൊണ്ട് രോഗം വരാൻ കാത്തു നിൽക്കണ്ട, മരിക്കാൻ കാത്തു നിൽക്കണ്ട, മക്കള് കൊടുക്കുമെന്ന പ്രതീക്ഷ വേണ്ട, മക്കള് മരിക്കാൻ കാക്കുകയാ. ചില മക്കളൊക്കെ പറയലുണ്ട്, ഉസ്താദേ ഉപ്പാക്ക് സുഖമില്ല, സലാമത്താവാൻ ദ്വാരക്കണം ഉസ്താദേ, സലാമത്താകണം ദ്വാരക്കണം എന്ന് പറഞ്ഞ ഉപ്പോണ്ട് മരിച്ചു കിട്ടാനാ. കൽബിന്റെ ഉള്ളിലുള്ള കൊതി ഉപ്പ മരിച്ചു കിട്ടാനാ. സ്വലാത്ത് ദുആ ചെയ്യാൻ സംഭാവന കൊണ്ടുവന്നവൻ ഉസ്താദേ വലിയ മുറാദ് ഹാസിലാകാ. അവനോട് ചോദിക്കപ്പെട്ടു, അല്ല മോനെ നിന്റെ മുറാദ് എന്താ? ഉസ്താദേ സീക്രറ്റാ, ഇത് പറയാൻ പറ്റിയ മുറാദല്ല. ഉസ്താദ് പറഞ്ഞു, മോനെ നിന്റെ മുറാദ് പറഞ്ഞോ. മുറാദ് മനസ്സിൽ വെച്ച് ദുആ ചെയ്താ അല്ലാഹു പെട്ടെന്ന് ഉത്തരം തരുമല്ലോ. ആരോടും പറയില്ല, മുറാദ് പറഞ്ഞോ. പൊന്നുമോ മുറാദ് പറഞ്ഞത് എന്താണെന്നറിയോ? ഉപ്പമാർ കേക്കണേ, ഉമ്മമാർ കേക്കണേ, ഉസ്താദേ എന്റെ ഉപ്പൊന്ന് മരിച്ചു കിട്ടണേ. ഇതാ പൊന്നുമോന്റെ മുറാദ്. അല്ല മോനെ എന്തിനാ? ഓൻ പറയുന്നു, ഉസ്താദേ ഉപ്പാക്ക് ലക്ഷങ്ങൾ കോടികൾ വരുന്ന സ്വത്തുപ്പാന്റെ പേരിലുണ്ട്, അത് ഓഹരി വെക്കുന്നില്ല, അത് വിധിച്ചു തരുന്നില്ല. ഞങ്ങൾക്ക് സുഖിക്കണ്ടേ ഉസ്താദ്, ഞങ്ങൾക്ക് വീട് വെക്കണ്ടേ ഉസ്താദ്? ഉപ്പ പറയുന്നത് മരിച്ചിട്ടല്ലാതെ കിട്ടൂല, ഞാൻ മരിക്കാതെ തരൂല. ഉപ്പ പറഞ്ഞപ്പോ പൊന്നുമക്കളുടെ പണി എന്താ? സ്വലാത്തിന് നേർച്ച, മുറാദ് ഹാസിലാവാ. മക്ബറയിൽ നേർച്ച, മുറാദ് ഹാസിലാവാ. വയലിന് നേർച്ച, മുറാദ് ഹാസിലാവാ. എന്റെ ഈ മുറാദ് ഈ ഉപ്പ മരിച്ചിട്ട് മക്കൾക്ക് സ്വത്ത് കിട്ടലോ മുറാദ്. ഇതുപോലോത്ത മക്കളായാലോ എടുത്തു വെക്കണ്ട. ദാരിദ്ര്യം വന്നുപോയാ എനിക്കറിയാ. 2 ഫാക്ടറിയുടെ മുതലാളി, 2 ഫാക്ടറി നടത്തിയ മുതലാളി 6000 ശമ്പളത്തിന് ബേക്കറിയിലെ പണിക്കാരനായിട്ടുണ്ട്. 2 ഫാക്ടറികളുടെ മുതലാളിയായിരുന്നു. 40 ജോലിക്കാരുണ്ടായിരുന്നു. ഒരാൾക്കും കൊടുക്കാതെടുത്ത്
എടുത്തു വെച്ചത് എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലയോ? ചെലവിന് വേണ്ടി 6000 റുപ്യ ശമ്പളത്തിന് വേണ്ടി ജോലിക്ക് ബേക്കറിയിൽ പോകേണ്ടി വന്നില്ലയോ? ഹബീബ് ചോദിക്കുകയാ, ദാരിദ്ര്യമാണോ കാത്തിരിക്കുന്നത്? കാത്തിരിക്കണ്ട, ഉള്ളത് കൊടുത്തോ. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അല്ല, മാറാവ്യാധികളായ രോഗങ്ങളാണോ? ഇപ്പൊ ആരോഗ്യല്ലേ? അല്ല, രോഗം തന്നെ. മാറാവ്യാധികളായാൽ ക്യാൻസറിന് അടിമപ്പെട്ടു പോയാ 2 വെള്ളിയാഴ്ച മുമ്പ് പള്ളിയിലേക്ക് ഒരാള് വന്നു, സങ്കടം പറഞ്ഞു. ഞാൻ ചോദിച്ചു, അല്ലേ 19 വയസ്സുള്ളയാളാ, ക്യാൻസർ രോഗിയാ, കാഷ്ടം ബാഗിലാ. സുബ്ഹാനല്ലാഹ്, നമ്മൾ സുഖമായി കാട്ടിക്കുന്നില്ലേ? സുഖമായി മൂത്രമൊഴിക്കുന്നില്ലേ? സുഖമായി സംസാരിക്കുന്നില്ലേ? സുഖമായി കേൾക്കുന്നില്ലേ? ഒരൊറ്റ തവണ പോലും ഈ കാട്ടിക്കുന്നതിനെ പറ്റി, മൂത്രിക്കുന്നതിനെ പറ്റി, ശ്വാസം വലിക്കുന്നതിനെ പറ്റി, കണ്ണിന്റെ കാഴ്ച പറ്റി കാണുന്നില്ലേ? ഓർക്കുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? കടന്നിട്ട് എണീക്കുമ്പോ പാദരോഗം വന്നവരില്ലേ? വീട്ടിൽ നിന്ന് പോയവർ, അപകടത്തിൽപ്പെട്ട് കാല് പോയവരില്ലേ? കൈ പോയവരില്ലേ? ബോധം കെട്ടുപോയവരില്ലേ? ഓർമ്മശക്തി പോയവരില്ലേ? മാനസിക രോഗികളില്ലേ? എത്രയെത്ര ഉഷാറുള്ളവരാ! കളിക്കുമ്പോ മറിഞ്ഞു വീണവർ, ചിരിക്കുമ്പോൾ മറിഞ്ഞു വീണവർ, ഓടുമ്പോ മറിഞ്ഞു വീണവർ, നടക്കുമ്പോ മറിഞ്ഞു വീണവർ. നിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാ? അതുകൊണ്ട് രോഗത്തെ കാത്തിരിക്കല്ല, രോഗം വരാൻ കാത്തിരിക്കണ്ട. ഇപ്പൊ ആരോഗ്യല്ലേ? ഇഴപ്പ കെട്ടുപോകുമെന്ന് ആര് കണ്ടോ? എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രോ! 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ കാലുവേദന കൊണ്ട് ബാംഗ്ലൂരിൽ കൊണ്ടുവരപ്പെട്ടു. 2 മാസം കഴിഞ്ഞ് 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വന്നിട്ട് മയ്യിത്തായിട്ടല്ലയോ? കാലിന് ക്യാൻസർ ബാധിച്ച 19കാരന് കൊണ്ടുപോയിട്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ട് 19കാരന്റെ മയ്യിത്ത. അതുകൊണ്ട് ചെറുപ്പക്കാരെ, പണമുള്ളവരെ, മുതലാളിമാരെ, ആരോഗ്യം റബ്ബിന്റെ കയ്യിലാ. പണം കൊടുത്താ കിട്ടുന്നതല്ലോ. ആരോഗ്യം പോയാ വലിയ കോടീശ്വരം പറഞ്ഞിട്ടുണ്ട്, അവന്റെ ബ്രെയിൻ ട്യൂമറാ. അവൻ പറഞ്ഞില്ലേ, ആചാർ പറഞ്ഞില്ലേ, എന്റെ വീട് വിൽക്കാ, എന്റെ കാറുകൾ കൊടുക്കാ. ബ്രെയിൻ ട്യൂമർ എന്ന് സുഖമായി കിട്ടിയ, ട്യൂമർ ഒന്ന് മാറിക്കഴിഞ്ഞ എന്തും ചെലവഴിക്കാൻ ഞാൻ തയ്യാറാ. ഇല്ല, സുഖമായില്ല. ആചാരുടെ കെട്ടിടങ്ങൾ ഉപകാരപ്പെട്ടില്ല, കാറുകൾ ഉപകാരപ്പെട്ടില്ല, തോട്ടങ്ങൾ ഉപകാരപ്പെട്ടില്ല. ആചാർ മരിച്ചു പോയില്ലയോ? അതുകൊണ്ട് മാരക രോഗത്തെ കാത്തിരിക്കണ്ട. അല്ല, നിങ്ങൾ മരണമാണോ കാത്തിരിക്കുന്നത്? മരിക്കണ്ട മുമ്പിനെ, മരിക്കണ്ട സഹോദരാ, മരിക്കണ്ട പെങ്ങളെ, മരിക്കണ്ട ഹാജിമാരെ. ആരോട് ഇല്ലാന്ന് പറഞ്ഞാലും ഉള്ളതും ഇല്ലാത്തതോ അറിയുന്ന റബ്ബില്ലേ. കോടികൾ കൊടുത്താ കിട്ടാത്ത ബ്രെയിനില്ലയോ? കോടികൾ കൊടുത്താ കിട്ടാത്ത ഹാർട്ടില്ലയോ? കോടികൾ കൊടുത്താ കിട്ടാത്ത നിയമത്തില്ലയോ? മരണത്തെ കാത്തിരിക്കണ്ട. മരണം വന്നു കഴിഞ്ഞാൽ
പിന്നെ രക്ഷയില്ല, പിന്നെ ആയുസില്ല, പിന്നെ അവസരമില്ല. അതുകൊണ്ട് മരണം വന്നെത്തുന്നതിന് മുമ്പ് എല്ലാം റബ്ബിന്റെ വഴിയിലായി ചെലവഴിച്ചിട്ട് നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ മരിച്ചു പോയവരാണ്. മരണത്തിന് ആരോഗ്യം പ്രശ്നമല്ല, വയസ്സ് പ്രശ്നമല്ല, അധികാരം പ്രശ്നമല്ല. എല്ലാവരും മരിക്കേണ്ടവരാണ്. ഇന്ന് മരിച്ചാ പിന്നെ പ്രസിഡന്റ് അല്ല, പിന്നെ ഖത്തീബല്ല, പിന്നെ ഉസ്താദല്ല, മുഅദ്ദിനല്ല, മുഅല്ലിമല്ല, ഹാജാറല്ല. ആളുകൾ മയ്യിത്ത് എന്ന് വിളിക്കുന്ന ഒരു ദിവസം നമുക്ക് വന്നെത്തുമ്പോ അന്ന് സുഖമായി പോകണ്ടയോ? നല്ല ആളുകൾ ലോകത്തോട് വിട പറയുമ്പോ റഖീബ് അതീദ് അലൈഹി വസ്സലാം വന്നിട്ട് പറയുകയാണ്, ജസാക്കല്ലാഹു അന്നാ ഖൈറാ. ഓ മനുഷ്യ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. ആ സക്കറാത്തിന്റെ വേദന, ആ മരണത്തിന്റെ വേദന അനുഭവിക്കാൻ കഴിയോ? മരിക്കുമ്പോ ഈമാനോടെ മരിക്കണ്ടേ, നല്ല മരണം കിട്ടണ്ടേ. പെറുക്കിയെടുക്കുന്ന മയ്യിത്താകരുത്, പോസ്റ്റ്മോർട്ടത്തിന് വിധേയക്കപ്പെടുന്ന മരണമാകരുത്, കുടുംബങ്ങൾ കാണാൻ പറ്റാത്ത മയ്യിത്താകരുത്, ആളുകൾ കളിയാക്കി ചിരിക്കുന്ന മരണമാകരുത്. ചിരിച്ച യാത്ര പോകണ്ടേ, ചിരിച്ച യാത്ര പോകാ. ഒരാളുടെയും കണ്ണുനീരിന് കാരണമാവരുത്, ഒരാളെയും സങ്കടപ്പെടുത്തരുത്, ആരെയും കരയിക്കരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും ആക്രമിക്കരുത്. നല്ലവരായി ജീവിക്കണം, ഈമാനോടെ മരിക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണം. അല്ലാഹ് എല്ലാം ദീനിന് വേണ്ടി കൊടുത്ത ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ മറുഭൂമിയിലായി, ടണ്ടിന്റെ അടിയിലായി, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ ലോകത്തോട് വിട പറയുമ്പോ ഹബീബ് തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകുകയാ. ഹബീബ് പറയുകയാണ്, ഖദീജ, എന്നെ ഭർത്താവായതിന്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, യാതന വേദനകൾ അനുഭവിച്ചുവല്ലോ ഖദീജ. എല്ലാം ദീനിനു വേണ്ടി ചെലവാക്കിയല്ലോ ഖദീജ. ഹബീബ് തങ്ങളോട് ഖദീജ ഉമ്മ പറയുകയാ, നബിയേ, അങ്ങയുടെ കൂടെ കൂടിയിട്ട് എനിക്കൊരു നഷ്ടവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. അവിടത്തെ കയ്യോട് ഹബീബ് തങ്ങളുടെ കയ്യെ ചേർത്ത് പിടിച്ച് ഹബീബ് തങ്ങളോ മുഖത്തോട് ഉമ്മ വെച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ ഖദീജ അവിടത്തെ കഫൻ ചെയ്യുമ്പോ കോടീശ്വരിയായ ഖദീജ, കച്ചവടക്കാരിയായ ഖദീജ, കാലിന്റെ ഭാഗത്തേക്ക് കഫം പുടവ മതിയാകാട് പുല്ല് വെച്ച് കെട്ടിയിട്ടുള്ള കഫൻ ചെയ്യുമ്പോ ഹബീബ് തങ്ങൾ കരഞ്ഞു പോയില്ലയോ? അവരൊക്കെ എല്ലാം കൊടുത്തു സ്വർഗത്തിൽ പോയവരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ വിജയിക്കാൻ നമ്മുടെ നാട്ടിലെ പള്ളി നമുക്ക് ധാരാളമാണ്. നാവിനെ നല്ലവണ്ണം സൂക്ഷിക്കണം, അതുപോലെ നല്ലോണം സ്നേഹമുള്ളവരാകണം, ധാരാളം സ്വതക്ക ചെയ്യണം, അതുപോലെ രഹസ്യമായ അമലുകൾ വർദ്ധിപ്പിക്കണം. നല്ല നല്ല ദിവസങ്ങളൊക്കെ വരികയാണ്. എല്ലാ മുഅ്മിനീങ്ങളും ജാഗ്രതയുണ്ടാകണം. നമ്മുടെ മക്കളെ നല്ലോണം ജാഗ്രതയോടെ പോറ്റണം. ചെറിയ മക്കൾ കള്ളിന് അടിമപ്പെടുന്നില്ല, കഞ്ചാവിന് അടിമപ്പെടുകയാണ്, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുകയാണ്. ചെറിയ മക്കളൊക്കെ ഇന്ന് ഉക്ക വലിക്കുക സുലഭമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ സിഗരറ്റ് വലിക്കുക.
ഉമ്മമാര് ശ്രദ്ധിക്കണം, ഉപ്പമാര് ശ്രദ്ധിക്കണം. വെക്കേഷൻ സമയങ്ങളിലൊക്കെ മക്കൾ പുഴക്കരയിൽ കുളിക്കാൻ പറഞ്ഞു വിടരുത്. എത്രയോ മക്കൾ മയ്യത്തായിട്ടാണ് വീട്ടിലേക്ക്. ചെറിയ മക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുത്ത് പറഞ്ഞു വിടരുത്. സ്നേഹമുള്ളത് കൊണ്ട് പറയാണ്, നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ചെറിയ മക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുത്തിട്ട് പറഞ്ഞു വിടരുത്. ചെറിയ മക്കളുടെ കയ്യിൽ കാർ കൊടുത്ത് പറഞ്ഞു വിടരുത്. വെക്കേഷൻ സമയങ്ങളിൽ മക്കളെ നല്ലോണം ശ്രദ്ധിക്കണം. കഞ്ചാവ് സുലഭമാണ്, വളരെ സുലഭമാണ്. ഓരോ വീടുകളിലും കഞ്ചാവ് എത്തുന്ന അവസ്ഥയിൽ പടർന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ നല്ലവരാണെന്ന ഒരു ഉറച്ച വിശ്വാസം ആർക്കും വേണ്ട. വലിയ വലിയ നേതാക്കളുടെ മക്കൾ ഇതിനടിമപ്പെട്ടിട്ടുണ്ട്. വലിയ വലിയ ആളുകളുടെ മക്കൾ ഈ കഞ്ചാവിന് അടിമപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കൗൺസിലിംഗ് ചെയ്തത് കൊണ്ട് പറയാൻ, 7th പഠിക്കുന്ന മക്കളടക്കം കഞ്ചാവിൽ. 7th പഠിക്കുന്ന പൊന്നുമോന്റെ വയസ്സ് അറിഞ്ഞതുകൊണ്ട് പറയാൻ, മുത്തുമുമ്മിനീങ്ങളോട് പറയുന്ന മക്കൾ ക്യാമ്പസുകളിൽ നിന്ന് സുലഭമായി കഞ്ചാവ് കിട്ടുന്നു. പെൺകുട്ടികൾ പോലും കഞ്ചാവ് വലിക്കുന്നത് നമ്മുടെ ജില്ലയിൽ. വളരെ സൂക്ഷിക്കണം. ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ഈ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ജീവൻ ഒടുങ്ങിയിട്ടുണ്ട്. സീക്രറ്റാ ഓൺലൈൻ ഗെയിമിന്റെ പിന്നാലെ. വളരെ സൂക്ഷിക്കുന്നത് മക്കളെ നല്ലോണം സൂക്ഷിക്കണം. അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 11 മണി വരെ പറയാൻ ഉസ്താദ് പറഞ്ഞു. 11 മണിയായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ പറഞ്ഞത് എന്നോടും നിങ്ങളോടും. കമ്മിറ്റിക്കാരെ പറഞ്ഞത് ഈ നാട്ടിലെ മൊണ്ടപ്പദവിലെ കമ്മിറ്റിക്കാരെ പറ്റിയല്ല, മൊത്തത്തിൽ എല്ലായിടത്തും ഇന്ന് പള്ളിയുടെ വിഷയം പറയുമ്പോൾ എന്റെ കൂടെ പറഞ്ഞ ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ആരെപ്പറ്റിയല്ല, നമ്മളൊക്കെ തന്നെയാണ്. ഇന്നുള്ള അടുത്ത കൊല്ലം കമ്മിറ്റി മാറും, പിന്നെ കമ്മിറ്റി മാറും. കഴിഞ്ഞ കുറെ കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്, കുറെ കമ്മിറ്റി വരും. നമ്മുടെ നാട്ടിലും പരിസരത്തും എല്ലാ പള്ളിയുടെ വിഷയത്തിൽ ഒരു കേസും കുൽമാലും നമ്മൾ കാരണമാക്കരുത്. നാട്ടിന്റെ ഐക്യം തകർന്നു പോകരുത്. യദുല്ലാഹി അലൽ ജമാഅ, നാട്ടിൽ ഭിന്നിപ്പായാൽ ആ ജമാഅത്തിന്റെ ബറക്കത്ത് അവിടെ ഊരപ്പെട്ടു. യദുല്ലാഹി അലൽ ജമാഅ. അല്ലുസ്താദേ, എന്തും ഏതൊരു വിഷയത്തിലും നാട്ടിൽ ഫിത്ന വരാതെ സൂക്ഷിക്കണം. അനൈക്യം ഉണ്ടാക്കരുത്. ഐക്യത്തോടെ ജമാഅത്ത്, ഒറ്റക്കെട്ടോടെ നമ്മുടെ ജമാഅത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. ആ ഒറ്റക്കെട്ടോടെ അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, നിങ്ങളുടെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, നിങ്ങളുടെ കാര്യങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. അല്ലാഹു നീ കബൂലാക്കണം. അല്ലാഹ് എല്ലാ ആണുങ്ങളും ഒരു 3 സ്വലാത്തിൽ നമുക്ക് ദുആ ചെയ്യണം. ഉള്ളതിൽ നല്ല സംഭാവന നിങ്ങൾ തരുമാണ്. തരുന്നൊരു ചെറിയൊരു ദുആ ലൈവ് വീക്ഷിക്കുന്നവരുണ്ടാവും, അപ്പുറത്ത് പെണ്ണുങ്ങളുണ്ട്, ഇവിടെ സദസ്സിലുണ്ട്. എല്ലാവർക്കും വേണ്ടി ചെറിയ ദുആ നടത്തിയിട്ട് പിരിയാം. ഉള്ളതിൽ നല്ല സംഭാവന മുസാഫഹത്തായിട്ട് തരിക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. നാളെ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കരിച്ച ഉടനെയാണ് സ്വലാത്ത് മജ്ലിസ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആക്ക് നേതൃത്വം നൽകും. അതിനുശേഷം മതപ്രഭാഷണം നടക്കും. കഴിഞ്ഞ വർഷം കുറെ ആളുകൾ നമ്മുടെ ഈ മജ്ലിസ് സ്വലാത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്തവരുണ്ട്. എല്ലാവരും പെട്ടെന്ന് അതിനെ എത്തിച്ച് സഹകരിക്കണം. 5 ദിവസത്തിന്റെ പരിപാടിയാണ്. എല്ലാ വർഷത്തെ പോലെയല്ല, ഈ വർഷം വളരെ വിപുലമായ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. വലിയ ചെലവെല്ലാം ഉണ്ട്. നാട്ടുകാരായ ഞങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ കഴിഞ്ഞ വർഷം വാഗ്ദാനം ചെയ്ത എല്ലാവരും നിങ്ങൾ ചെയ്ത വാഗ്ദാനങ്ങൾ നമ്മുടെ സെക്രട്ടറിമാർ അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും അവരെ കയ്യിൽ ഏൽപ്പിക്കണം. 2 ദിവസങ്ങളിലുള്ളിലായി എല്ലാം എത്തിച്ച് സഹകരിക്കണം. അള്ളാഹു നമ്മുടെ പരിപാടി വിജയിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ
വന്ന് നമ്മുടെ സദസ്സ് ഭംഗിയാക്കി തരണം. അള്ളാഹു നമുക്ക് ഇവിടെ വഅലിന് വരുന്ന ഉസ്താദുമാർക്കും വലിയ സന്തോഷമാകും. ഇൽമിന്റെ മജ്ലിസാണ്, എല്ലാ ദിവസവും വരണം. അള്ളാഹു നാം ഈ മജ്ലിസ് ഇരിക്കുന്ന കാരണമായി നമുക്ക് വരുന്ന എല്ലാ ആഫത്ത്, മുസീബത്ത്, ബലാ എല്ലാം അള്ളാഹു തട്ടി ദൂരത്താക്കുമാരാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. നല്ല അൽഹംദുലില്ലാ, നല്ല നാട്ടുകാരൻ, നല്ല ഇപ്പൊ എല്ലാരും മുസാഫത്തെല്ലാം കഴിഞ്ഞ സദസ്സിൽ ആരും ഇരിക്കലൊന്നുമില്ല. എല്ലാവരും ആ മുസാഫത്താക്കിയ ബൈക്ക് തന്നെ പോകുന്നു. അൽഹംദുലില്ലാ, നല്ല അനുസരണയും സ്നേഹമൊക്കെ ഉള്ള മനുഷ്യന്മാർ വന്നപ്പം തന്നെ സ്വീകരണവും അതൊക്കെ നല്ല റാഹത്ത്, നല്ല സ്വീകരണമാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. എന്നെ സ്വീകരിച്ചു നല്ല എല്ലാവരെയും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും വന്നവരൊക്കെ കൊണ്ടുപോയി കുടിക്കാൻ കൊടുക്കാനൊക്കെ ഒരു ബർക്കത്താണ്. നാട്ടിലേക്ക് എത്തിയാലുള്ള ചെയ്യേണ്ട ഒരു അതിഥി സൽക്കാര മര്യാദ നല്ല ഉണ്ട്. ഉസ്താദന്മാർ നല്ല നല്ല പാവം, നല്ല സാധു സ്വഭാവക്കാരായ ഉസ്താദന്മാരാണ്. എല്ലാ ഉസ്താദന്മാർ അല്ലാഹു തആല ഉസ്താദന്മാരുടെ ഖിദ്മത്തിൽ ഇൽമിൽ അമൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ഉസ്താദന്മാർ ചില സ്ഥലത്തൊക്കെ പോയാൽ നല്ല സന്തോഷാകലുണ്ട്. ചില ഉസ്താദന്മാരുടെ ഇടപെടൽ, സ്വഭാവങ്ങൾ, കാര്യങ്ങളൊക്കെ നല്ല. ഇവിടുത്തെ ഈ നാട്ടിൽ ഏറ്റവും നല്ല ഒരു സന്തോഷം എടുത്ത ഉസ്താദന്മാർ. അല്ലാഹു തആല ഉസ്താദന്മാർക്ക് റഹ്മത്തും ബർക്കത്തും ചെയ്യട്ടെ. റമളാനൊക്കെ വരാൻ പോവാൻ എല്ലാവരും പള്ളി ഒക്കെ വേണം, പള്ളി വേണം, മദ്രസ വേണം, ഒക്കെ വേണം. ഞങ്ങളാ ചെയ്യുന്ന സദഖ അല്ലേ, പള്ളിക്കല്ല ഞങ്ങൾ പള്ളിക്ക് കൊടുത്ത് അതൊന്നുമില്ല. ഉസ്താദന്മാർക്ക് കൊല്ലത്തിൽ അങ്ങനെ ചില്ലറന്ന് കൊടുത്താൽ എല്ലാ റമളാനൊക്കെ വരുമ്പോ എല്ലാ ഉസ്താദന്മാരൊക്കെ സഹായിക്കുക. അവർക്ക് ഒരു കുട്ടിയൊക്കെയുള്ള ഡ്രസ്സിന്റെ വിഷയങ്ങളിൽ ഓരോരുത്തരും അങ്ങനെ കൊടുത്തിട്ട് അതൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യും. നിങ്ങൾ ഡ്രസ്സ് വാങ്ങുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഉസ്താദ് 1000 രൂപ നിങ്ങൾ ഡ്രസ്സ് വാങ്ങിച്ചോളി എന്ന് പറഞ്ഞ് എല്ലാവരും കൊടുത്താൽ ഉസ്താദന്മാർക്കൊക്കെ സന്തോഷമാണ്. 1000 5 10 ഒക്കെ കൊടുക്കുക. അല്ലാഹു ബർക്കത്താക്കട്ടെ. പള്ളിയും ഒരു ഭാഗത്ത് ഉഷാറാകണം. പള്ളി എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാർ അവരെന്ന് മറന്നുകളയരുത്. എന്റെ കൂടെ എല്ലാം ഓർമ്മ വേണം. അല്ലാഹു തആല റഹ്മത്തും ബർക്കത്തും ചെയ്യട്ടെ. കമ്മിറ്റിക്കാർ നല്ല ആവേശത്തിലും നല്ല മനോഹരമായ എന്റെ പള്ളിന്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒരു മനസ്സൊരു വയർ നിറയുന്ന പോലത്തെ ആ ഒരു നല്ല ലുക്കിലുള്ള പള്ളി. അൽഹംദുലില്ലാ, അത് വന്നാൽ നാട്ടിലേക്ക് ഒരു സൗന്ദര്യം, ഒരു ബർക്കത്തും കൂടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഞങ്ങളെല്ലാവരും പള്ളിന്റെ പണി തീർന്നത് വരെ നമ്മളെ സ്വന്തം വീട് പോലെ, നമ്മളെ ഭരണ മംഗലം പോലെ ഒരു ആഘോഷമായി അതിനെ കൊണ്ടു നടന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, ഗൾഫിലുള്ളവർ, നാട്ടിൽ എല്ലാവരിൽ നിന്നും ഇതിലേക്ക് ആകുന്ന പോലെ ഒരു കൊല്ലം എന്നാ പറഞ്ഞത്, ഒരു കൊല്ല നിങ്ങളെല്ലാവരും സഹായിച്ച അതിനെക്കാട്ടി ആയി കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും നല്ല രൂപത്തിൽ ഇതുമായി സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. الحمدلله رب العالمين اللهم صل على محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഇവിടുത്തെ ഉസ്താദന്മാർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിർമ്മാണ കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി ഭാരവാഹികൾക്ക് ഖൈർ നൽകണം അല്ലാഹ്. ഇവിടെ വന്നവർ, സദസ്സിലിരുന്നവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, എല്ലാവർക്കും നീ കാവൽ നൽകണേ അല്ലാഹ്. റഹ്മത്തും ബറകത്തും നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തഖ്വ നൽകണേ അല്ലാഹ്. നിന്റെ പള്ളിയെ ഞങ്ങൾക്ക് ഇഷ്ടമാക്കണം അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളുടെ നാട്ടിലെ പള്ളിയെ സഹായിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളുടെ പള്ളി ഞങ്ങൾക്കുള്ള സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ്. യാ അല്ലാഹ്, നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരുപാട് ആളുകൾക്ക് ഈ പള്ളിക്ക് സഹായിക്കാനുള്ള മനസ്സ് നൽകണം അല്ലാഹ്. ഇവർ ആരോടൊക്കെ ചോദിക്കുന്നവർക്കെല്ലാം ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ അവർക്ക് കൊടുക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ആലിമീങ്ങളെ, തങ്ങന്മാരെ, ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന നാട്ടുകാരാണ്. ഈ നാട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റഹ്മത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ വിഷമങ്ങളെ തീർത്തു തരണേ അല്ലാഹ്. കടങ്ങളെ വീട്ടി തരണം അല്ലാഹ്. മുറാദുകളെ ഹാസിലാക്കണം അല്ലാഹ്. കല്യാണ പ്രായമെത്തിയ മക്കൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ദീർഘായുസ് നൽകണം അല്ലാഹ്. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണം അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ലാഹ്. രോഗങ്ങളെ ശിഫാ നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. മക്കൾക്ക് പരീക്ഷകളിൽ നല്ല മാർക്ക് നൽകണേ അല്ലാഹ്. മക്കളെ എല്ലാ തിന്മകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്.
ഞങ്ങളുടെ രാജാവിന്റെ ഹദ്റത്തിൽ പോയി സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മനസ്സ് നിറയെ, കൽബ് നിറയെ, കണ്ണ് നിറയെ സലാം പറയാനും ഞങ്ങളുടെ ഹബീബ് ഞങ്ങളുടെ സലാം മടക്കാനും ഭാഗ്യമുള്ളവരാക്കണം അല്ലാഹ്. അല്ലാഹ്, ആർക്കും ഞങ്ങൾ നീ ഭാരമാക്കരുത് അല്ലാഹ്. ഉപ്പ മരിച്ചു കിട്ടണമെന്ന്, ഉമ്മ മരിച്ചു കിട്ടണമെന്ന് ഞങ്ങളാർക്കും മക്കളോ കുടുംബങ്ങളോ ദുആ ചെയ്യുന്ന അവസ്ഥയാകരുത് അല്ലാഹ്. രോഗം വന്നിട്ട് മരിക്കാൻ ആളുകൾ കൊതിക്കുന്ന പോലെ ആവരുത് അല്ലാഹ്. ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുണ്ട്, എല്ലാം തീർക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. സിഹ്ർ അടങ്ങേറുകളെ തൊട്ട് കാക്കല്ലാഹ്. ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാഹ്. അസൂയാളികളെ അസൂയയിൽ നിന്ന് കാക്കണം അല്ലാഹ്. ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഖൈർ നൽകുക അല്ലാഹ്. നല്ല ജീവിതം നൽകണേ അല്ലാഹ്. കടന്ന കിടപ്പിൽ കാഷ്ടവും മൂത്രവും പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണം അല്ലാഹ്. കാഷ്ടവും മൂത്രവും ബാഗിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്, നീ കാക്കണം അല്ലാഹ്. നീ സലാമത്താക്കുക അല്ലാഹ്. അല്ലാഹ്, ഇവിടെ വന്നവർ, ഇവിടെ കൂടിയവർ, ലൈവിലൂടെ പരിപാടി കണ്ടവർ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കണം അല്ലാഹ്. നല്ല ജീവിതവും ഇസ്സത്തുണ്ടാക്കുന്ന മരണവും നൽകണം അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ മയ്യത്ത് പെറുക്കിയെടുക്കുന്ന മയ്യത്താകരുത് അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളുടെ മയ്യത്ത് കീറുമുറിക്കുന്ന മയ്യത്താകുന്നതിനെ തൊട്ട് കാക്കുക അല്ലാഹ്. ഞങ്ങളുടെ മയ്യത്ത് ചീഞ്ഞാറുന്ന മയ്യത്താകുന്നതിനെ തൊട്ട് കാക്കുക അല്ലാഹ്. സ്വർഗം കണ്ടിട്ട് പുഞ്ചിരിച്ചിട്ട് റാഹത്തോടെ മരിക്കാൻ, ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകുക അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾ മരിച്ച് ഞങ്ങളെ മയ്യത്ത് വിളിച്ച് ഞങ്ങളെ കുളിപ്പിച്ച് ഞങ്ങളെ കഫൻ ചെയ്ത് മൂക്കിലും ചെവിയിലും ദ്വാരങ്ങളിലെല്ലാം പഞ്ഞുവെച്ച് അല്ലാഹ് സുജൂദിന്റെ അവയവങ്ങളിലെല്ലാം പരത്തി വെച്ച് എല്ലാമായി അവസാനം കാണേണ്ടവരും കണ്ടു കഴിഞ്ഞാൽ അല്ലാഹ് ഞങ്ങളുടെ കഫൻ തുണിയിൽ കെട്ടി 3 കെട്ടുകൾ കെട്ടി മയ്യത്ത് കട്ടലിൽ കയറ്റി പള്ളിക്കാട്ടിൽ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 6 അടി മണ്ണാകുന്ന ഖബർ, ആ ഖബറിലേക്ക് ഞങ്ങളെ താഴ്ത്തി വെച്ച് ഞങ്ങളുടെ മുഖം മണ്ണിനോട് ചേർത്ത് വെച്ച് മൂടുകള്ളുകളിലെല്ലാം വെച്ച് മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും ദിക്റുകളെല്ലാം ചൊല്ലി മണ്ണ് വാരിയിട്ട് പോയാൽ അല്ലാഹ് ഖബറിൽ ഒറ്റക്കാവരുത് അല്ലാഹ്. കൂട്ടിനാളെ തരണം അല്ലാഹ്. നരകത്തെ തൊട്ട് കാക്കണം അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കൂടെ സ്വർഗം നൽകണേ അല്ലാഹ്. വേണ്ടപ്പെട്ടവർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട, ഞങ്ങളെ വേണ്ടപ്പെട്ടവർ എല്ലാവരുടെയും കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മൈക്കൊക്കെ ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. പറഞ്ഞതിൽ എന്തെങ്കിലും വിഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക. മരിച്ചുപോയ എൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുക. മറ്റുള്ള ഉമ്മാക്കും കുടുംബത്തിന് എല്ലാവർക്കും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാല് കാച്ച്. അപ്പം അപ്പുറത്തെ വേറെ സ്പെഷ്യൽ കിച്ചൺ വേറെ ഒന്നുണ്ട് മിഡിൽ. അവിടെ സ്റ്റൗ ഉണ്ട്, അവിടെയും കത്തിച്ച് 2ആയി. 3ാമത് പുറത്തൊരു കിച്ചൺ ഉണ്ട് അടുപ്പിൻ്റെ വേറെ തീ കത്തിക്കുന്നത്, വിറവ് വെച്ചിട്ട് കത്തിക്കുന്നത്, അതും കത്തിക്കാൻ ചെല്ലി അതും കത്തിച്ച്. അപ്പൊ പറക്കാരെ ചെല്ലി ഉസ്താദ് ഒരു മണ്ടന്റെ അടുപ്പാക്കി നീ
തങ്ങളോട്, തങ്ങളെ മണ്ടന്റെ അടുപ്പുണ്ട്, അയാളെല്ലാം മണ്ടന്റെ അടുപ്പും കക്കൂസല്ല നിങ്ങൾ ആയിക്കോളി, ഞാനില്ലാന്ന് 3 നേരത്ത് കത്തിച്ചിനെയാൾ സുബൈക്ക്. ഏത് ഏത് കുറച്ച് നിന്നെ തണ്ണി ചൂടാക്കാനും ചൊല്ലും കുളിക്കാൻ. ഇങ്ങനത്തെ അവസ്ഥ ബഹുമാനിച്ചിട്ട് ഒട്രാസി കൊണ്ടുപോയിട്ട് എന്നിന്റെ ഓടായിട്ടില്ല. ഞാൻ ഒരുത്തർ കക്കൂസ് ഉദ്ഘാടനമാക്കിയിട്ട് കക്കൂസ് കുടിയാക്കി, പള്ളിന്റെ കക്കൂസ് കുടിയാക്കിയിട്ട് ഉള്ളിലേക്ക് പോകുമ്പോണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ കക്കൂസിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ. അപ്പൊ എങ്ങനെ ഓരോ ബഹുമാനത്തിലുള്ള കണക്കുണ്ട്. ഒട്രാസി ബഹുമാനിക്കുന്നല്ല. പണ്ടെടുത്തഞ്ചെന്നാല തങ്ങളെ പൊണ്ട തറന്നുന്നുണ്ട്, തെങ്ങിലേക്ക് കയറൊനിയാന്നില്ല, എന്താന്നില്ല, തങ്ങളെ കീഴ് നിപ്പാട്ടിട്ട് നാ മേൽ പത്തിങ് അതബ് കേടല്ലേ. തങ്ങളെ പത്തിട്ട് പൊണ്ടെടുക്കും ബർമ്മ നക്കൊന്നെടുത്ത് പറയുന്നു. അപ്പൊ അങ്ങനത്തെ ഒട്രാസിൽ ആട്ടുപോട്ട് ബഹുമാനമല്ല, നല്ല ബഹുമാനം, റെസ്പെക്ട്, അതൊക്കെ തസ്കിയത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. ആ റെസ്പെക്ട് കൊടുക്കേണ്ട പോലെ കൊടുക്കുക എന്നുള്ളതാണ് റെസ്പെക്ട് അല്ലേ. ചില അങ്ങനത്തെ ഉപദ്രവമുണ്ട്. പള്ളി നടക്കിട്ട് പോകുന്ന ഉസ്താദോട് ചില ഉസ്താദ് എന്തെങ്കിലും ചെൽട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. അങ്ങനെ ഉസ്താദ് കേട്ടാല എന്ത് ചെല്ല എന്ത് ചെല്ലിട്ടില്ല, ആയെങ്കിൽ നമ്മൾ ചെൽട്ടുണ്ടെങ്കിൽ ആയെങ്കിൽ എന്ത് ചെല്ലിനേട്ട പിഴയുന്നല്ല, വേറെന്ത് ചെല്ലിയിട്ടില്ല, ഉസ്താദ് കൂടെ ഇരിക്കലേ ഇല്ല എന്ന് ചെല്ലിനെ മാത്രം എല്ലാം നമുക്ക് ചെല്ലണ എങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഓരോരുത്തന്റെ സ്വഭാവവും ഓരോരുത്തന്റെ ഫിത്നയും ഫസാദും ബഹുമാനമൊക്കെ അങ്ങനത്തെ ബഹുമാനാണ്. കാണുമ്പോ ചില ആള് ബഗ്ഗീറ്റ് മുത്തുന്നു, ഡോങ്കിൽ അപ്പുറം പോയിട്ട് അമ്മ നായിനെ കണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടാണ്. അതാ വെറുതിൽ വജുഹൈൻ. അങ്ങനെ നമ്മൾ ആകാനും പാടില്ല. നല്ല രൂപത്തിൽ ബഹുമാനം, ഉമ്മാന്റെ കൈ പിടിച്ച് മുത്തുന്നവരാകണം നമ്മൾ. ഉമ്മാന്റെ കൈ മുസാഫഹത്ത് ചെയ്യണം, ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കണം. എവിടെങ്കിലും യാത്ര പോകുമ്പോൾ ഉമ്മാനെ മുസാഫഹത്താക്കി ഉമ്മാന്റെ കൈ ചുംബിച്ചിട്ട് പോകണം. ഏത് തങ്ങളെ കൈ പിടിച്ച് മുത്തുന്നതിനെക്കാട്ടിയും നിന്റെ ഉമ്മാന്റെ കൈ, നിന്റെ ഉപ്പാന്റെ കൈ, അത്ര ബറക്കത്താക്കപ്പെട്ട കൈ മക്കൾക്ക് ഈ ഭൂമി ലോകത്ത് വേറെയില്ല. ഉമ്മാന്റെ കൈമുത്തണം, ഉപ്പാന്റെ കൈമുത്തണം. തങ്ങന്മാരത് ഉസ്താദന്മാരത് ഒക്കെ മുത്തണം വേണ്ടാന്നല്ല, നമ്മൾ ഏറ്റവും നിസാരമായി കാണുന്ന അങ്ങനെ ആവരുത്. പിന്നെ ചില ആൾ ഉമ്മാന്റെ കൈ വേണമെങ്കിൽ മുത്തും, ഉപ്പാന്റെ കൈ മുത്തല അല്ല, ഉപ്പയുടെ കൈ ചുംബിക്കണം, ഉമ്മാന്റെ കൈ ചുംബിക്കണം. അവരെ കൈ ചുംബിക്കുന്നത് കൊണ്ട്, ഉമ്മാന്റെ ഉപ്പാന്റെ മുന്നിൽ കുനിയുന്നത് കൊണ്ട് അല്ലാഹു റഹ്മത്തും ബറക്കത്തുമല്ലാതെ തരൂല. നീ ഉമ്മാന്റെ മുന്നിൽ കുനിഞ്ഞ് കൈമുത്തിയതിന് നാളെ മഹ്ശറിൽ ഇസ്സത്തോടെ നടക്കാൻ കഴിയും, സ്വർഗത്തിൽ പോകാൻ കഴിയും. ദുനിയാവിൽ നീ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരൂല. ഉമ്മാക്കും ഉപ്പാക്കും നീ തലകുലിച്ചോ, അവരെ നീ അനുസരിച്ചോ, അവരെ നീ ബഹുമാനിച്ചോ, അവർക്ക് നീ ഗിഫ്റ്റ് കൊടുത്തോ, പെരുന്നാളിനും നോമ്പിനും അവർക്ക് നീ 1000 അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തോ, എന്നാ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിന്നെ വെറുതെ ആക്കൂല എന്നാണ് അള്ളാഹുവിനത് വബിൽ വാലിദൈനി ഇഹ്സാനാ. ഉമ്മാട് ഉപ്പാട് നന്മ ചെയ്യാൻ നമ്മോട് പറഞ്ഞത് ഖാലിഖായ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവാണ്. അതുകൊണ്ട് ഉമ്മാനെ ബഹുമാനിക്കണം, ഉപ്പാനെ ബഹുമാനിക്കണം. നമ്മുടെ ഭർത്താക്കന്മാർ, സ്വന്തം അവളുടെ ഭർത്താവ്, അവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക. ഒരു ഭർത്താവ് സൈക്കോളജിക്കലായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഭാര്യ പറയാണ് അയാൾ ഭയങ്കര ഉഷാറ്, അയാൾ ഭയങ്കര ടാലന്റാണ് എന്നെങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ അവൻ ഉഷാറാകും. ഭാര്യ എപ്പോഴും പറയുന്നത് എന്തില്ല നിന്റെ അളിയാക്ക എന്ത് പ്രയോജനമില്ല. ഏത് എല്ലാവരും എതിർലി ഇവനെ ചെറുതാക്കിയാൽ ഇവന്റെ മൈൻഡ് സെറ്റിൽ ഇവന് തോന്നുന്നു എനിക്കെന്തും സാധ്യമില്ല, എനിക്ക് സാധ്യമില്ല എന്ന് തോന്നാണ്. പിന്നെ ഇപ്പല്ലോ നമ്മൾ ഒരാളെയൊക്കെ ഒരു വീഡിയോ അയച്ചു തന്ന് പുരയിൽ പാത്രം കവാൻ ചൊല്ലിയിട്ട് ഓന്താക്കി നിങ്ങൾക്ക് ഡൈവേഴ്സ് നിന്നെ തലാക്കാക്കുന്നിട്ട് വക്കീലിൻ്റെ അടുത്തേക്ക് പോയി കാലത്തെ അഞ്ചിട്ട് വക്കീലോട് പോയിട്ട് മുണ്ടാന്ന്. വക്കീലിന്റെ ഭരക്ക് പോയി നോക്കുമ്പോൾ വക്കീലെ പാത്രമായിക്കൊണ്ട് പുറത്തിരുന്നിട്ട്. അപ്പോൾ ഓൻ സീത പോയി എനിക്ക് ഇത് എന്ന് പ്രയോജനം ഇല്ലാന്ന്. ഈ രൂപത്തിൽ എടുക്കണ്ടെന്നല്ല, പണിയെല്ലാം എടുക്കുക, കുറച്ചല്ലേ ഭാര്യന്റെ കൂടെ കൂടിയിട്ട് പണിയെടുക്കുക, സ്നേഹിക്കുക, അവരെ കേൾക്കുക, അവരുടെ കൂടെ കൂടുക. ഇതിന് കൂടെ കൂടിയില്ലാകുമ്പോ ഒരാ കോളിൽ തോത്തിക്കൊണ്ട് പോകുമ്പോ ചവിട്ടിക്കൊണ്ട് പോയില്ല അങ്ങയ്യല്ലേ അല്ലേ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചൊടി വരുന്നൊരു വിഷയം എന്തെന്ന് കേട്ടെങ്കിൽ പിന്നെ ഞമ്മക്ക് പുറത്താൻ അപ്പന്നെ ഓർ തോത്തും അർജന്റ് ചാർജർ എടുക്കാൻ പോകുന്ന അപ്പൊ പെണ്ണിങ്ങോണ്ടല്ലേ ആ കോള് പിടിച്ചിട്ട് അബ്ബ മക്ക എല്ലാവരെ പോലത്തേട്ട് സുറുന്നു രണ്ടാമത് തോത്തൻ. ഓർക്ക് ദുനിയാവിന്റെ നമ്മൾ ഏറ്റവും ചൊടി വരുന്ന ഈ തോത്തന്നെ ആർക്കോ വേണ്ടിയിട്ട് നമ്മളെ പറഞ്ഞുകൊണ്ട് തോത്തന സല്ലാണത്തിട്ടോണ്ടു ഇങ്ങനെ തോത്തിക്കൊണ്ട് പോകുമ്പോ ഞമ്മ സീത ഈരെ ചവിട്ടിക്കൊണ്ട് പോകുമ്പോ പച്ച ചണ്ടി മേൽ ടൈൽസ് ചവിട്ടിക്കൊണ്ട് പോകുമ്പോ അപ്പോഴാണ് അവർക്ക് ഏറുന്നത്. മക്ക അങ്ങനെ പുറത്ത് കഴിച്ചു ഇന്ന മക്ക ഒരു തോട്ടന്റെ പുറുസത്ത് അപ്പ വന്നിട്ടായി സീത ഉള്ളിലേക്ക്
അല്ലെ? ഇനി നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഉപകാരാക്കിയില്ലെങ്കിൽ പെഞ്ഞയക്കല്ല, ഉപദ്രാക്കണ്ട, തോത്തുമ്പയിൽ സൈഡിൽ പോകണ്ട, പിന്നെ ഒരു 4 റീൽസ് കണ്ടിട്ടേ പോയെങ്കിൽ മതിയുള്ളേ പോണങ്ങുന്നു ഫാനലൈറ്റിട്ട്. ആ രൂപത്തിലാക്കുക, ഉപകാരം ചെയ്യുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയുടെ കൂടെ എല്ലാ പണികളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കൂടെ കൂടിയിട്ട് ഭാര്യമാരോട് സഹകരിച്ചിരുന്നു എന്നാണ്. അവരവരുടെ ഭാര്യമാർ ഇവിടെ ഇപ്പൊ ഞാനിവിടെ ബന്ധ ഉസ്താദ് കേട്ടൂടെ, കുടുംബജീവനം എടുക്കണമെങ്കിൽ ബന്ധ പെണ്ണുങ്ങളെ മാപ്പിളമാരുടെ ഉണ്ടായിട്ട് അല്ല, അവർക്കും കേൾക്കണ്ടേ? ഇല്ലെങ്കിൽ ഇവിടെ വീഡിയോ ഇല്ലുണ്ട്, ക്ലിപ്പുണ്ട്, ഇതിനെ അയച്ചു കൊടുക്കും, പിന്നെ ക്ലിപ്പാക്കിയിട്ട് പിന്നെ എന്താക്കല് അല്ലേ? അപ്പൊ ഇതാകട്ടെ, ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കൂടെ സഹകരിക്കുക, അവർക്ക് സ്നേഹം കൊടുക്കുക, അവരെ കേൾക്കുക. അവർക്ക് കുറച്ച് ബിസിയുണ്ടോ കൊണ്ട് ബിസിയ പെണ്ണുങ്ങൾക്ക് ബിസിയ, അല്ലെങ്കിൽ ഒരു ബിസിയ ചെല്ലണങ്ങാര മണിക്കൂറാണ് ഇത് സ്റ്റാർട്ടാണെങ്കിൽ 5 എഞ്ചിന് പോലെ. നമുക്കൊരു ഒരു ബിസിയുണ്ട്, ചൊല്ലട്ടാ, വേണ്ട വേണ്ട നാളെ ചൊല്ലാം. ഇത് ആണിങ്ങ ചെല്ല്, വേണ്ട വേണ്ട നിങ്ങൾക്ക് ഇപ്പൊ ടൈമില്ലല്ലേ, പുരുഷത്തില്ല, നാളെ ചൊല്ലാം. ഇതെല്ലാം നട്ടം തിരിച്ച് ലാസ്റ്റ് ചെന്ന് ചെല്ല് വിഷയം ലാസ്റ്റ് കേട്ട് ലാസ്റ്റ് എന്നില്ല. ഒത്തുക്ക് പോയിട്ടമ്മ പല്ലി വീണോളെ തലക്ക്. ഈനെയാണ് അരമണിക്കൂർ ഇട്ടിട്ട് ഉരുട്ടിയത്. ചെല്ലട്ട ബിസിയാവട്ട, നീ കൊന്തുണ്ട ബിസിയെ കൊന്തുണ്ട ഓള് ഇതിനെ എന്തിരിച്ചിനെ പല്ലി തലക്ക് മുണ്ടെങ്കിൽ മയ്യത്താവിടെയെന്ന്. ചില ആൾക്ക് അങ്ങനെ ഉണ്ടു, കേൾക്കുന്ന ഉസ്താദെ പല്ലി തലക്ക് മുണ്ടെങ്കിൽ മരിക്കുന്നതാണ്. ഞമ്മലെ 10 ഊര് മരിക്കേണ്ട ടൈമായി അങ്ങനെങ്കിൽ അല്ലെ? പണ്ടത്തെ മനുഷ്യന്മാരുടെ തലക്കൽ എത്ര പല്ലി വീണ്ടിട്ടിരിക്കും. അപ്പൊ ഏതും ആകട്ടെ, അങ്ങനെയല്ല, ഏതും ആകട്ടെ, ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ചെല്ലാനുണ്ടെങ്കിൽ എന്താക്കാ, ഇതെല്ലാം കേക്കായിരുന്നിട്ട് കേട്ടങ്ങ് മതി. അവർക്ക് എന്ത് കൊടുത്തില്ലെങ്കോ എല്ലാം കേൾക്കണം, ഔതു ഔതു എല്ലാം ശരി, യെസ് ഓക്കെ, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോയാൽ ഒരു മൈൻഡ് റിലാക്സ് ആകും, സ്ട്രെസ് ഹോർമോൺ കുറയും. ഇല്ലെങ്കിൽ ചെല്ലു നണ്ട നിങ്ങൾ അർത്ഥമേ ആക്കില്ല അല്ലേ? എത്ര അർത്ഥാക്കിയിട്ട് എന്ത് കൊടുത്തിട്ട് ഗുണമില്ല. അവർ പറയുന്നത് നമ്മൾ കേൾക്കുക, അനുസരിക്കുക ഒക്കെ ചെയ്യാം. ഭാര്യമാർ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭർത്താക്കന്മാർ അവർ നിങ്ങളെ കേട്ടാ പോരാ, നിങ്ങൾക്ക് കൊണ്ടുവന്നാ പോരാ. അവർക്ക് ജോബിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, കച്ചവടത്തിന്റെ വലിയ പ്രശ്നങ്ങളുണ്ട്, കടത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, പുരയെടുക്കാനുള്ള സമസ്യകളുണ്ട്, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെ പല ജാതി പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവർ എപ്പോഴും നിങ്ങളെ മാത്രം അല്ലെ, നന്റെ ഫോൺ മാത്രം എടുക്കുകയാവില്ല അല്ലെ? എത്ര വിളിച്ചെങ്കിൽ എടുത്തെങ്കിൽ എന്താവുള്ളൂ? നിങ്ങൾ ബാക്കി ഞങ്ങളെ ഫോൺ എടുക്കില്ലേ? ബാക്കി ഞങ്ങളെ ഫോൺ എടുത്തത് കൊണ്ടാണ് നിന്നെ അവൻ പോറ്റുന്നത്. അവന്റെ ഡ്യൂട്ടി അതാണ്, അവന്റെ ജോബ് അതാണ്, അവന്റെ ബിസിനസ് അതാണ്. പക്ഷേ ഭാര്യമാർ മനസ്സിലാക്കണം, നിങ്ങളുടെ ഭർത്താക്കന്മാർ അവർ കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും പണിയെടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് നിങ്ങളെ പോറ്റാനാണ്, നിങ്ങളുടെ മക്കളെ പോറ്റാനാണ്, നിങ്ങൾക്ക് നല്ല വീടുണ്ടാക്കാനാണ്, നിങ്ങൾക്ക് നല്ല കാറെടുക്കാനാണ്. ശുറാ ബൈനക്കും, ആണുങ്ങളും പെണ്ണുങ്ങളും എന്ത് ചെയ്യുമ്പോഴും പരസ്പരം അഭിപ്രായപ്പെട്ടുകൊണ്ട് ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും ഡിസ്കസ് ആക്കിയോളൂ, അത് നല്ലതാണ്. ചിലയിടത്തല്ല ചില ആണിങ്ങെല്ലാം ഉണ്ട്, നോക്കാം ഉസ്താദെ പിന്നെ ചേർന്ന് ഒരു ചോറ്, ഒരു മുത്താലിമൊക്കെ ചോറ് കേട്ടു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഉസ്താദ് വരുന്ന ഒരു ചോറ് കൊടുക്കാമോ, നോക്കാം ഉസ്താദെ പിന്നെ ചേർന്ന് എന്തേ ഹെൽത്ത് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ ഉണ്ടല്ലോ, ഒത്തു അയ്മാന്റെ യജമാനത്തിന്റെ പെർമിഷന് വേണം. അങ്ങനെ എല്ലാത്തിലും പെർമിഷൻ കേൾക്കണമെന്നില്ല, ഒരു അഭിപ്രായപ്പെടലൊക്കെ നല്ലതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ബാഡികക്ക്, ഒരു ടെമ്പോക്കാരനെ ബാഡികക്ക് വിളിച്ചാൽ എത്രയാന്ന് ബാഡിക എന്നാട്ടാണ്, ഓൻ ചെല്ലല 500 രൂപയാണ്. അപ്പൊ വിളിച്ചോണ് ചെന്നാ എന്തെന്ന് നോക്കണം, പെഞ്ഞായിട്ട് കേട്ട് ചോളിട്ടാൻ അങ്ങനെ പെഞ്ഞായിട്ട് കേട്ട് ആയിട്ട് വന്ന് ടെമ്പോയിൽ ബാഡികല്ല പോയിട്ട് ബാഡികല്ല ഇഴിച്ചിട്ട് ഓൻ ചെല്ലല 600 രൂപയാണ്. നീ അല്ല പോട്ടെ 500 ചെന്നേന്ന്. അപ്പോൾ ഓൻ ചെല്ല നിന്റെ പെഞ്ഞായിട്ട് നിന്റെ വൈഫിട്ട കേട്ട പോയി ചൊന്തു 500 മഞ്ഞാവില്ല 600 വേണം, 600 രൂപ കൊണ്ടാണ്. ഓണ്ടാക്കിനെ ഓന്റെ പെഞ്ഞായോട് കേട്ടിട്ടല്ലേ വന്നിനെ, ഓന്റെ പെഞ്ഞായോട് കേട്ടിട്ട് 600 രൂപ എടുത്തോൻ്റെ 500 മതിയാവലാന്ന്. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും പെഞ്ഞായോട് കേൾക്കണമെന്നല്ല, പിന്നൊരു ഡിസ്കസ് ആക്ക, പരസ്പരം അഭിപ്രായപ്പെട, ചർച്ച ചെയ്യൽ, അതൊക്കെ നല്ലതാണ്. അതൊക്കെ കുടുംബജീവിതത്തിന്റെ ഐക്യത്തിന് നല്ലതാണ്, സമാധാനത്തിന് നല്ലതാണ്, സന്തോഷത്തിന് നല്ലതാണ്, മക്കൾ ഉപകാരപ്പെടാൻ നല്ലതാണ്, പിണക്കമില്ലാതിരിക്കാൻ നല്ലതാണ്. കഴിവിന്റെ പരമാവധി അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പിണങ്ങിയാൽ ആദ്യം മിണ്ടേണ്ടത് ഭാര്യയാണ്. എല്ലാം ഞങ്ങൾ ഒരേപോലെ, ആണും പെണ്ണും ഒരുപോലെ അല്ല. ഖുർആൻ പറയുന്നു അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, ആണും പെണ്ണും ഒരുപോലെ അല്ല. ബ്രെയിനിലെ സെല്ലിൽ തന്നെ 4000-ഓളം സെല്ലിന്റെ ഏറെ കുറവുണ്ട്. ആണിന്റെ കോശവും പെണ്ണിന്റെ കോശവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആണും പെണ്ണും ഒരുപോലെ അല്ല, ഒരുപോലെ അല്ല എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ അടിമകളും ആണുങ്ങൾ ഉടമകളും അങ്ങനെയല്ല.
അവരെല്ലാം ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് എന്ത് വേണമെന്നോ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം. മറ്റൊന്ന് നമ്മുടെ മക്കളാണ്.